വേണ്ടെങ്കിൽ പോടാ, ഞാൻ ധാരാളം സാധനങ്ങൾ ഞാൻ ഇടിച്ചു മറിച്ച് കളയടാ എന്ന് പറയും. കഴിവില്ലെങ്കിൽ കൊണ്ടുപോകും. മാനവും മാനവും ഇല്ലാതെ വന്നിട്ട് പറയണ ആര് നോക്കുമെന്ന്. ഒരു 5 പൈസയുടെ വിവരം ഉണ്ടാകും. പറഞ്ഞത് തന്റെയൊക്കെ സംസ്കാരം എന്താണെന്ന്, എന്തുകൊണ്ട് രണാസുര ഇങ്ങനെ ആയി മാറി എന്നുള്ളതൊക്കെ താന്റെ വാ തുറന്നപ്പോ, ഈ തങ്കച്ചന്റെ വാ തുറന്നപ്പോ എന്തായിരുന്നു അവരുടെ സംസ്കാരം എന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കും. ഈ വെള്ളം കുടിക്കുന്നത് ഇത് കണ്ടിട്ട് വാഷ് ബേസിനാണ് ഇരിക്കുന്നത്. അതിന്റെ മെയിലാണ് ഈ വാഷ് ബേസിൻ ഇരുന്നത്. എനിക്ക് അറിയാൻ വേണ്ടി തങ്കച്ചൻ ഈ വാഷ് ബേസിന്റെ അടിയിലാണ് കിടന്നുറങ്ങിയത്. ഇപ്പൊ നീ പറയില്ലേ ഇത് വേണ്ടാന്ന്, നീ കുറ്റം പറയുന്നില്ലേ? അത് നീ സ്വന്തമായിട്ട് അധ്വാനിക്കണം. തങ്കച്ചൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കണം. അപ്പോഴേ മനസ്സിലാവുള്ള വേദന. എന്നിട്ട് എല്ലിനുള്ള കയറിയപ്പോ തളയും തന്തനും പറഞ്ഞ് തെമ്മാർത്തരം കാണിച്ചിട്ട് കഴിവേറി പോലെ നീയൊന്നും ഗുണം പിടിക്കൂല. ഈ താങ്കൾക്ക് വീട് വെച്ചു കൊടുത്തു, പാല് വെച്ചാൻ വേണ്ടിട്ട് 1 ലക്ഷം രൂപ തന്നു. ഇതൊക്കെ പോയിട്ട് ഇനി ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി വീണ്ടും ഡെയിലി പൈസ തരണോ? എന്ത് ന്യായം? അതിനെ പോറ്റാനുള്ള കഴിവില്ലേ? താമസിപ്പിക്കാനും നാട്ടുകാർ പറയുന്ന ആൾക്കാരോട് താമസിക്കാനും അങ്ങനെ ഒരിക്കലും ചിന്തിച്ച് ഞാനും അത് തന്നെ പറഞ്ഞ, ഇതുപോലുള്ള നന്ദി എന്ന് പറയുന്ന സാധനം തൊട്ട് തീണ്ടാത്ത ഒരു ആറുകൾക്കും ഇതുപോലുള്ള വീട് ഒരു മനുഷ്യനും ഉണ്ടാക്കി കൊടുക്കരുത്. ഞങ്ങൾക്ക് ഭയങ്കര മനപ്രയാസം കൊണ്ട് പറയും. ഭയങ്കര മനപ്രയാസം. ഒരു ആസ്പത്രി ഷീറ്റ് അടിച്ച് കിടന്നത് ഭയങ്കര മനപ്രയാസം അല്ലേ? കുടിലിൽ കിടന്ന് കൊട്ടാരം കിട്ടിയാൽ ഭയങ്കര മനപ്രയാസം. അതൊരു ഭാരമായോ? ഋതപ്പം നിങ്ങൾക്ക് ഇപ്പോ ഒരു ഭാരമായോ? എനിക്ക് അറിയണമെന്ന് ചോദിക്കണേ, ഋതപ്പം നിങ്ങൾക്ക് ഇപ്പോ ഒരു ഭാരമാണോ? അവരെ നോക്കാൻ നിന്നെ കൊണ്ട് കഴിവില്ലേ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. വിവരം ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കും.